ഹൈസ്കൂൾ വിഭാഗം ഗസൽ മത്സരത്തിലാണ് വിധികർത്താവ് പക്ഷപാതിത്വം കാണിച്ചെന്നാരോപിച്ച് മത്സരാർത്ഥികളും രക്ഷിതാക്കളും രംഗത്തെത്തിയത്. കോഴിക്കോട് പന്നിയങ്കര സ്വദേശിയായ വിധികർത്താവിന്റെ 2 ശിഷ്യർക്ക് മത്സരത്തിൽ 1ാം സ്ഥാനം നൽകിയെന്നാണ് ആരോപണം. നേരത്തെ മത്സരം തുടങ്ങുന്നതിന് മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇദ്ദേഹത്തിന് കുട്ടികളുണ്ടെന്നുള്ള വിവരം. റിസൾട്ട് വന്നത് വളരെ വ്യക്തമാണത്. അതുകൊണ്ട് ഹയർ സെക്കൻഡറി വിഭാഗം ഈ ജഡ്ജിനെ വെച്ച് അനുവദിക്കുന്നതല്ല. കലോത്സവത്തിന് ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം. ഇത്തരം പക്ഷപാതപരമായ ജഡ്ജസിനെ മാറ്റി നിർത്തിക്കൊണ്ട് മത്സരം നടത്തുന്ന അവസ്ഥ ഉണ്ടാക്കണം. ഞങ്ങളുടെ കുട്ടികൾ മത്സരിച്ചിട്ട് പോയി ഹൈസ്കൂൾ, പക്ഷേ ഹയർ സെക്കൻഡറി മത്സരിക്കുമ്പോഴും ഇത്തരം ഒരവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല. അവിടെയും ഇതേ ജഡ്ജിയുടെ കുട്ടികൾ ഇവിടെ മത്സരിക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കെങ്കിലും നീതി, ഇനിയുള്ള കുട്ടികൾക്ക് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ആരോപണ വിധേയനായ വിധികർത്താവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് തുടർന്ന് നടന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഗസൽ മത്സരം പ്രതിഷേധക്കാർ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. സ്ഥലത്തെത്തിയ ADPI ആരോപണം പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. പരാതി ഞങ്ങൾ കർശനമായി പരിശോധിക്കും. അതിനകത്ത് കഴമ്പുണ്ടെന്ന് കണ്ടാൽ കർശനമായ നടപടി. യുവജനോത്സവത്തിൻ്റെ വേദിയിൽ ഇനി ഒരിക്കലും പങ്കെടുക്കാത്ത രീതിയിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടും. വിധികർത്താവിനെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും DPIക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ വിധികർത്താവിനെതിരെ കഴിഞ്ഞ കലോത്സവത്തിലും പരാതി ഉയർന്നുവെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. റിപ്പോർട്ടർ, കോഴിക്കോട്.